നടൻ ശ്രീജിത്ത് രവി സ്കൂൾ വിദ്യാർത്ഥിനികളെ അപമാനിച്ചെന്ന കേസിൽ പോലീസിനെതിരെ ആരോപണവുമായി വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കൾ രംഗത്ത്. തുടക്കം മുതൽ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചെന്നാണ് ആരോപണം. വിദ്യാർത്ഥിനികൾ തിരിച്ചറിഞ്ഞിട്ടും ശ്രീജിത്ത് രവിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകി. പോലീസ് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ശ്രീജിത്ത് രവിയുടേതല്ലെന്നും യഥാർത്ഥ ഫോൺ ഉടൻ കണ്ടെത്തണമെന്നും വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ശ്രീജിത്തിന്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്ന ഫോൺ യഥാർത്ഥ ഫോണല്ലെന്നും അത് ഉപയോഗിച്ചല്ല ഞങ്ങൾ ഫോട്ടോ എടുത്തതെന്ന് കുട്ടികൾ പറയുകയും ചെയ്തിട്ടും ഒറ്റപ്പാലം പോലീസ് കൃത്യമായി ഇപ്പോഴും പഴയ അത് ഒറിജിനൽ മറ്റേതോ ഫോണാണ് അവരുടെ കയ്യിലുള്ളത്. ആ ഫോൺ കണ്ടുകിട്ടാത്തിടത്തോളം കാലം ഞങ്ങൾ രക്ഷിതാക്കളുടെ മനസ്സിൽ എന്നും ആദ്യം തന്നെയാണ്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ പ്രദീപ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ പോലീസ് സംരക്ഷിക്കുകയാണ്. യഥാർത്ഥ കുറ്റക്കാരനെതിരെയല്ല പോലീസ് നടപടിയെടുത്തതെന്നും രക്ഷിതാവ് ആരോപിച്ചു. നിങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഭാവിയെ ദോഷമായി ബാധിക്കുമെന്നൊക്കെ തരത്തിൽ കുട്ടികളെ സമ്മർദ്ദത്തിലാക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒക്കെ ഒറ്റപ്പാലം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് രേഖാമൂലം പരാതി പറഞ്ഞ പോലീസുകാർക്കെതിരെ ഇപ്പോഴും വകുപ്പ് തലത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതേസമയം ഞങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഈ ചിത്രത്തിലൊന്നും ഭാഗമൊക്കെ അല്ല, ചിത്രത്തിലേ ഇല്ലാത്ത ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ഇന്ന് കിട്ടുന്ന വാർത്ത. ശ്രീജിത്ത് രവി കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയെ തിരിച്ചറിഞ്ഞ വിദ്യാർത്ഥിനികളോട് ശ്രീജിത്ത് രവി മാപ്പ് പറഞ്ഞിരുന്നു. ആ സമയത്ത് ശ്രീജിത്ത് രവി കുട്ടികളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം, പരാതിയുമായി മുന്നോട്ട് പോകരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. നിയമപോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സത്യം പുറത്തു കൊണ്ടുവരുമെന്നും വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ഒറ്റപ്പാലം.